അസലായിരിക്കുന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എന്ന് തന്നെ മതി അല്ലേ വിക്രം? അതെ അതെ. എന്നും ഇത് മതി എന്ന് അദ്ദേഹം പറയും. പക്ഷെ ഞാൻ കൊല്ലോ ഇച്ചിരി കടിച്ചു പറിക്കണം. കടിച്ചു പറിക്കാൻ എടോ ഇച്ചിരി മീൻ ഇറച്ചി വേണം. വിക്രം വിക്രം നാളെ നമ്മുടെ ജോലി ആരംഭിക്കണം. ഐ വിൽ എക്സ്പ്ലെയിൻ ദ മോഡസ് ഓപ്പറാൻഡി. അതായത് നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നത് 3 സ്റ്റേജുകളിലായിട്ടായിരിക്കണം. ആദ്യമായിട്ട് നമുക്ക് അന്വേഷിക്കേണ്ടത് ക്രൈം 25/86 ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഏതെങ്കിലും വിധത്തിലുള്ള കറപ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ CBI കേസ് അന്വേഷിക്കുന്നതിൽ പ്രസക്തിയുള്ളൂ. അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ഓമനയുടെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ളതാണ്. ആത്മഹത്യയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പം തീരും. മറിച്ച് കൊലപാതകമാണെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള തലവേദന ആരംഭിക്കാൻ പോകുന്നത് അപ്പോഴാണ്. അവിടെ നമ്മുടെ അന്വേഷണത്തിന്റെ 3ാം ഘട്ടം ആരംഭിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള പോലീസിന്റെ കേസ് ഡയറിയിൽ ഏറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഏത് കേസും വളച്ചൊടിക്കാൻ മിടുക്കന്മാരായ സാറന്മാരാണ് ഈ കേസും അന്വേഷിച്ച് റെഫർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തലവേദന ഇപ്പോഴേ തുടങ്ങി. അത് പതിവ് കഴിക്കാത്തതിൻ്റെതാ. പറയുന്നത് ശ്രദ്ധിക്ക്. നാളെ നിങ്ങൾ ഈ നാട്ടിൻ പുറത്ത് ആകെ ഒന്ന് കറങ്ങണം. ഔസേപ്പച്ചന്റെ ബിസിനസിനെ കുറിച്ചും മറ്റും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കഴിയുമെങ്കിൽ അയാൾക്ക് ഏതൊക്കെ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്, ആരൊക്കെയാണ് അയാളുടെ അടുത്ത സുഹൃത്തുക്കള് എന്നൊക്കെ. ഞാൻ അത് രാവിലെ ഈ കേസ് ആദ്യം അന്വേഷണം നടത്തിയിരുന്ന DYSP മിസ്റ്റർ വർമ്മയെ കാണാൻ പോകും. ഹാരി ഇവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞാൻ സേതുരാമൻ, CBI എന്നാണ്. ഇരിക്കൂ. താങ്ക്സ്. ഇവിടെ എത്തിയ വിവരം പറഞ്ഞു. കേസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. മാത്രമല്ല 1-2 ഡൗട്ട്സും ഒക്കെ ഉണ്ടായി. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയിൽ എന്തോ കോൺട്രഡിക്ഷൻസ് ഉള്ളതായിട്ട് ആ കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞു. സാർ ആ ഡോക്ടർ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നോ? അതിനു മുൻപ് അവരെന്നെ തട്ടിയില്ലേ? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം. എല്ലാവരുടെ മൊഴികളിലും ഉണ്ടായിരുന്നു ലൂപ്പ് ഹോൾസ്. ഞാൻ എന്റെ ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അവർക്ക് എന്റെ അന്വേഷണത്തിൽ പന്തികേട് തോന്നിക്കാണും. ഒരു സുപ്രഭാതത്തിലൊരു ഓർഡർ, എനിക്ക് റൂറലിലേക്ക് ട്രാൻസ്ഫർ. ഹോം ഡിപ്പാർട്ട്മെന്റ് അല്ലേ, പലതും നടക്കും. ആര് ചോദിക്കാനാ? മിസ്റ്റർ സേതു, ഐ വിൽ ഡു വൺ തിങ്. എന്റെ അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ ഞാൻ എന്റെ പേഴ്സണൽ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അത് ഓഫീസിലാണ്. ഞാനത് ഇവിടെ എത്തിക്കാം. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി വർത്ത് എ റെഫറൻസ്. ശരി സർ, ഞാൻ ഗസ്റ്റ് ഹൗസിൽ താമസം. പറയട്ടെ. ഭാര്യ ഇല്ലാത്തതുകൊണ്ടാ നിങ്ങൾ ആദ്യമായി വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും തരാഞ്ഞത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. മിസ്റ്റർ സേതു, എനിക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയട്ടെ. ഐ വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സർ. യെസ്, ഇരിക്കും. താങ്ക് യു. DYSP സേതുരാമൻ സാർ നന്നയച്ചതാ. KA ഔസേപ്പ്, ടെലിഫോൺ നമ്പർ 326 and 324. കിളിവാതുക്കൽ പ്ലാന്റേഷൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ടെലിഫോൺ നമ്പർ 421. ജോയ് മാത്യു, ടെലിഫോൺ നമ്പർ 376. K നാരായണൻ 388. സണ്ണി ഔസേപ്പ് 342. ഈ നമ്പറുകളും പേരുകളും ഈ എക്സ്ചേഞ്ചിൽ തന്നെ ഉള്ളതല്ലേ? അതെ. 1987 ജൂണിൽ തുടങ്ങി നവംബർ വരെ ഈ നമ്പറുകളിൽ നിന്നും വിളിച്ചിട്ടുള്ള ട്രങ്ക് കോളുകളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതിപ്പോ ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ലേ? ഉണ്ട്. അതിന്റെ കോപ്പി മതി. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി തരുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒറിജിനൽ കണ്ടുപിടിക്കാൻ സ്വല്പ സമയമെടുക്കും. അത് സാരമില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ വെയിറ്റ്. ഓക്കെ. ആ റെക്കോർഡ് റൂമിന്റെ താക്കോലി കൊണ്ടുവരൂ. ശരി സർ. മിസ്റ്റർ ഹാരി എവിടെ താമസം? ഗസ്റ്റ് ഹൗസിലാ. ഔസേപ്പൻ കമ്പനി, കിളിവാതുക്കൽ പ്ലാന്റേഷൻസ്. എന്താ? മുതലാളിയെ ഒന്ന് കാണണം. മുതലാളി ഇവിടെ ഇല്ല. കഴിഞ്ഞല്ലോ, കണ്ടേ പറ്റത്തുള്ളൂ. ഞാനും കൂടി ഒന്ന് ഇരുന്നോട്ടെ. മനസ്സിലായില്ല. എന്റെ പേര് വിഷ്ണു നമ്പൂതിരിന്നാ. മേമന ഇല്ലത്തൂന്നാ. അല്പ വടക്ക. BA വരെ പഠിച്ചിട്ടുണ്ട്. തഞ്ചാവൂർ ബാങ്കിലാണ് ജോലി. അതിന് ഞാനെന്ത് വേണം? ഞങ്ങളുടെ ബാങ്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന്
4 പേരോട് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാവുന്ന കുറച്ച് അക്കൗണ്ട്സ് ഞങ്ങൾക്ക് വേണം. ഞാൻ അന്വേഷിച്ചപ്പോ KA ഔസേപ്പ് ആൻഡ് ഗ്രൂപ്പാണ് ഈ സ്ഥലത്തെ പ്രഗത്ഭന്മാരെന്നറിഞ്ഞു. നിങ്ങളുടെ കമ്പനിയുടെ കുറച്ച് ബിസിനസ് ഞങ്ങൾക്ക് തരണം. അതിനെന്നെ കണ്ടിട്ട് എന്താ കാര്യം? മുതലാളിമാരെ കാണണം. കണ്ടു. അവര് പറഞ്ഞു അവർക്ക് ഒന്നും അറിയില്ല എന്ന്. അവരുടെ ബിസിനസ് മുഴുവൻ സാറാണ് നടത്തുന്നത്. അത് ശരിയാ. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റി തരുന്നവരാണ് ഓറിയന്റൽ ബാങ്കും സ്റ്റേറ്റ് ബാങ്കും. കൂടാതെ ഔസേപ്പച്ചൻ ഓറിയന്റൽ ബാങ്കിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ KA ഔസേപ്പ് ആൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ബിസിനസ് തരുന്നത്? അപ്പോ നിങ്ങളുടെ ബിസിനസ് മുഴുവൻ ഓറിയന്റൽ ബാങ്കിലാണല്ലേ? ഭൂരിഭാഗവും. പിന്നെ ഗവൺമെന്റ് കോൺട്രാക്ടർ ഉള്ളത് കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ടോ? ശരി ശരി. എന്നാലേ സാറിന്റെ ഒരു SB അക്കൗണ്ട് എങ്കിലും ഞങ്ങൾക്ക് തരണം കേട്ടോ. ഒരു ഐശ്വര്യത്തിന് വേണ്ടിയാണ്. ആ, അത് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോ ഇല്ലത്തുനിന്ന് ഇറങ്ങിയിട്ട് ഉദ്ദേശിച്ച കാര്യം അങ്ങോട്ട് സാധിച്ചു. അത് കൊള്ളാം. അവർക്ക് സംശയം തോന്നില്ല സർ. അപ്പോ ഓറിയന്റൽ ബാങ്കിലാണ് അവരുടെ മെയിൻ അക്കൗണ്ട്സ് അല്ലേ? നാളെ നമുക്ക് അവിടെ വരെ പോവാം. കിട്ടിയാ? യെസ് സർ. ഇതിൽ നാരായണന്റെ നമ്പറിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ കോളുകൾ. അതെ സർ. അപ്പൊ ചാക്കോ പറഞ്ഞത് ശരിയാ. നമുക്ക് നാരായണ ഒന്ന് കണ്ടേ. എന്താ? നാരായണൻ സാറില്ലേ? കൊണ്ട് ടെലഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങളാരാ? അനിരുദ്ധൻ, ബ്ലോക്ക് ഓഫീസിൽ നിന്ന്. അദ്ദേഹത്തെ ഒന്ന് കാണണം. സാറ് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണെന്നേ. വളരെ അത്യാവശ്യമാണെന്ന് പറയുഞ്ഞേ. ചെല്ല്. ആ ഡോക്ടറോ? ഡോക്ടർ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞേ. അയ്യോ ഡോക്ടർ എന്താ പേടിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കണം. ആ ഇവിടെ ഗസ്റ്റ് ഹൗസിലാ താമസം. ഒരു പട്ടരാ, സേതുരാമനോ വട്ടാവരാമനോ അങ്ങനെ തന്നെ പേര്. കൂടെ ആരൊക്കെയോ ഉണ്ട്. എന്ത് പട്ടരിൽ പൊട്ടനല്ലെന്നോ? എന്റെ ഡോക്ടറെ ഇപ്പൊ സൂക്ഷിക്കാൻ ഒന്നുമില്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ ഉള്ളത് മുഴുവൻ പേടാ. ഇല്ല ഇവിടെ വന്നില്ല. അവിടെയും ചെന്നില്ലെന്നാ ഔസേപ്പച്ചൻ പറഞ്ഞത്. ഓ എന്ത് സംഭവിക്കാനാ? ഔസേപ്പച്ചന് കുറെ കാശ് കൂടെ ചെലവാകും. ഓ പിന്നെ CBIക്ക് എന്താ കാശ് കഴിക്കുവോ? ആ ശരി ശരി, എന്നാ വയ്ക്കട്ടെ, പിന്നെ കാണാം. ബ്ലോക്ക് ഓഫീസിൽ നിന്ന് ആരോ കാണാൻ വന്നിട്ടുണ്ട്. ആ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ബ്ലോക്കിൽ TNTD വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മേൽത്തരം വാഴത്തൈകളും വന്നിട്ടുണ്ട്. പട്ടാഭിരാമ സാറാണ് എന്റെ ചാർജ്. മിസ്റ്റർ പട്ടാഭിരാമൻ. പട്ടാഭിരാമനല്ല, സേതുരാമൻ. പട്ടര ബ്ലോക്ക് ഓഫീസിൽ നിന്നല്ല, CBI ന്നാ. ഇരിക്കൂ ഇരിക്കൂ. മിസ്റ്റർ നാരായണന് മന്ത്രിമാർക്കിടയിലൊക്കെ നല്ല സ്വാധീനമാണല്ലേ? ഏയ് ആര് പറഞ്ഞു? ഞാനൊരു പാവമാണ് സർ. ഒരിക്കൽ അസംബ്ലി ഇലക്ഷനിൽ തോറ്റു. അതാണ് എനിക്ക് രാഷ്ട്രീയവുമായി ആകെയുള്ള ബന്ധം. നിങ്ങൾ മന്ത്രിമാരെയും അവരുടെ PAമാരെയും മറ്റും പലപ്പോഴും അവർ താമസിക്കുന്ന വീടുകളിലേക്കും ഗസ്റ്റ് ഹൗസിലേക്കും ഒക്കെ വിളിച്ചിട്ടില്ലേ? ആരാണ് സർ എന്നെ പറ്റി വേണ്ടാത്ത അസംബന്ധമൊക്കെ പറഞ്ഞു തന്നത്? എനിക്കൊരു മന്ത്രിയും പരിചയമില്ല. ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല. 388 നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലേ? അതെ. ഈ നമ്പറിൽ നിന്നും വിളിച്ചിട്ടുള്ള ട്രങ്കോൾ ബില്ലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണത്. അതിൽ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പല ഗസ്റ്റ് ഹൗസുകളുടെയും ഫോൺ നമ്പറുകളാണ്. നിങ്ങൾ വിളിച്ച ദിവസങ്ങളിൽ മന്ത്രി അവിടെ ഉണ്ടായിരുന്നതായി ഞങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്. നീല മഷിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് മന്ത്രിയുടെയും മന്ത്രിയുടെ PAയുടെയും IG-യുടെയും ഒക്കെ തിരുവനന്തപുരത്തെ റെസിഡൻസ് നമ്പറുകളാണ്. ഇപ്പൊ എന്തു പറയുന്നു മിസ്റ്റർ നാരായണൻ? രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഒരു സ്വാധീനവുമില്ല അല്ലേ? ജൂൺ 30 മുതൽ നവംബർ 30 വരെ ഈ നമ്പറിൽ നിന്നും ചെയ്തിട്ടുള്ള ട്രങ്കോൾ ബില്ലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് അതിലുള്ളത്. ഔസേപ്പച്ചന്റെ മരുമകൾ ഓമനയുടെ മരണം ജൂൺ 29 തീയതിയായിരുന്നു. ഔസേപ്പച്ചൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഈ മരണം ആത്മഹത്യയായിട്ട് റെഫർ ചെയ്യപ്പെട്ടത്. ഇതിലൊന്നും ഒരർത്ഥവുമില്ലേ മിസ്റ്റർ നാരായണൻ? നാരായണ, തന്റെ വണ്ടി ഇപ്പോഴും റോങ് സൈഡിൽ തന്നെ. ബി കെയർഫുൾ.